ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നഹു സമിഅ റജുലൻ യഖറഉ ഖുൽ ഹുവല്ലാഹു അഹദ് ഇലാ ആഖിരിഹാ ഫഖാൽ വജബത് ലഹുൽ ജന്ന. അഖ്റജഹു അഹ്മദ്. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കാരുണ്യവും കൃപയും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഇമാം അഹ്മദ് റഹിമഹുല്ലാ തൻ്റെ മുസ്നദിൽ 811 നമ്പറായി നൽകിയിട്ടുള്ള വചനമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം നിശ്ചയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി പാരായണം ചെയ്യുന്നതായിട്ട് കേട്ടു. എന്താണ് പാരായണം ചെയ്യുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന അധ്യായം പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുന്നത് കേട്ടു. ഫഖാൽ, അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വജബത് ലഹുൽ ജന്ന, അദ്ദേഹത്തിന് സ്വർഗം നിർബന്ധമായിരിക്കുന്നു. ഇതാണ് ഹദീസിൻ്റെ അർത്ഥം. അപ്പോൾ സ്വർഗം നിർബന്ധമാക്കുന്ന ഒരു വ്യക്തിക്ക് സ്വർഗം അനിവാര്യമായും ലഭിക്കാനിടവരുന്ന കാര്യം അത് ഖുൽ ഹുവല്ലാഹു അഹദ് അഥവാ സൂറത്തുൽ ഇഖ്ലാസ് പൂർണ്ണമായിട്ട് പാരായണം ചെയ്യുക എന്നുള്ളതാണ്. വെറും പാരായണം മാത്രമല്ല, തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥമെന്ത് എന്ന് മനസ്സിലാക്കി, അതിൻ്റെ ആശയമെന്ത് എന്ന് മനസ്സിലാക്കി, അത് ഉൾക്കൊണ്ട് അതിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ടായിരിക്കണം അവനത് പാരായണം ചെയ്യേണ്ടത്. ഇഖ്ലാസ് എന്നാണ് ഇതിൻ്റെ പേരെന്ന് പറഞ്ഞുവല്ലോ. ഇഖ്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മാർത്ഥത എന്നൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ അർത്ഥം പറയാറുള്ളത്. എങ്കിലും ഷിർക്കിൽ നിന്ന്, ഷിർക്ക് എന്ന് പറയുന്നത് 2 തരം ഷിർക്കാണല്ലോ പ്രധാനമായിട്ടും. ഒന്ന് ഷിർക്കുൻ അക്ബർ, മറ്റൊന്ന് ഷിർക്കുൻ അസ്ഗർ. വമ്പിച്ച വലിയ ഷിർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികളെയും വ്യക്തികളെയും, കല്ല്, മരം, അതുപോലെ തന്നെ മരണപ്പെട്ട മഹാത്മാക്കൾ, അവരൊക്കെ വിളിച്ച് തേടുക, പ്രാർത്ഥിക്കുക, ജിന്ന്, മലക്ക് തുടങ്ങിയിട്ടുള്ള ശക്തികളെയും വ്യക്തികളെയും ഒക്കെ ആരാധിക്കുക, അവയെ വിളിച്ച് തേടുക, പ്രാർത്ഥിക്കുക, അവർക്ക് അറവ് നടത്തുക, നേർച്ച വഴിപാടുകൾ നടത്തുക, അങ്ങനെ അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് ആരാധനകൾ നിർവഹിക്കുക. അതാണല്ലോ ഷിർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഷിർക്കുൻ അസ്ഗർ, ചെറിയ ഷിർക്ക് എന്ന് പറഞ്ഞാലോ, അത് തീർച്ചയായിട്ടും ജനങ്ങൾ കാണുന്നതിന് വേണ്ടി, അവരുടെ അംഗീകാരത്തിന് വേണ്ടി, അവർക്കിടയിൽ പ്രസിദ്ധി കിട്ടാൻ വേണ്ടിയിട്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുക എന്നുള്ളതാണ്. അതിന് പ്രകടനപരത എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാത്തരം ഷിർക്കിൽ നിന്നും മുക്തമായ, തീർത്തും കളങ്കമറ്റ, നിഷ്കളങ്കമായിട്ടുള്ള, കാപഢ്യമേതുമില്ലാത്ത വിശ്വാസം അത് സ്വീകരിക്കുന്ന ആ ഒരു വ്യക്തി, അവനാണ് മുഖ്ലിസ്. അങ്ങനെ ഈ സൂറത്ത് ഒരു തൗഹീദ്, എല്ലാ ഷിർക്കും ഒഴിവാക്കി അതിൽ നിന്ന് മുക്തമായിട്ടുള്ള, പൂർണ്ണമായിട്ടുള്ള ഒരു തൗഹീദ്, ഏകദൈവ വിശ്വാസം, അതിലേക്ക് വെളിച്ചം വീശുന്ന അധ്യായം എന്നുള്ള നിലക്കാണ് സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പേര് വിളിക്കുന്നത്. ഖുൽ ഹുവല്ലാഹു അഹദ്, പറയുക കാര്യം അള്ളാഹു അവൻ ഏകനാകുന്നു. അള്ളാഹു സ്വമദ്, അള്ളാഹു എന്ന് പറയുന്നത് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവനാകുന്നു എന്നാണ്. സഹോദരങ്ങളെ, ഈ അധ്യായം എന്ന് പറയുന്നത് ഇതിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഈ സൂറത്തെന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ 3-1. സഹീഹുൽ ബുഖാരിയിൽ 6643 വചനത്തിൽ കാണാം. അബൂ സഈദ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുകയാണ്, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വ്യക്തി ആവർത്തിച്ചുകൊണ്ട് ഈ അബൂ സഈദ് റളിയല്ലാഹു അൻഹു ഒരു മനുഷ്യൻ ആവർത്തിച്ചുകൊണ്ട് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതുന്നതായിട്ട് കണ്ടു. അങ്ങനെ പ്രഭാതമായപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ അബൂ സഈദ് റളിയല്ലാഹു അൻഹു വരികയും പ്രവാചകനോട് ആ കാര്യം ഉണർത്തുകയും ചെയ്തു എന്നുള്ളതാണ്.
എന്ന് മാത്രമല്ല ആ മനുഷ്യൻ ഇത് പാരായണം ചെയ്തുകൊണ്ടിരുന്ന വ്യക്തി വളരെ അല്പം അതായത് അല്പം പ്രവർത്തനം അമൽ മാത്രം ചെയ്യുന്നതായിട്ടാണ് ഇദ്ദേഹത്തിന് അനുഭവപ്പെട്ടത്. പക്ഷേ അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം, ഇന്നഹാ ലതഅദിലു സുൽസുൽ ഖുർആൻ, അത് വിശുദ്ധ ഖുർആനിൻ്റെ 1/3 എന്നാണ്. ഇമാം മുസ്ലിമിൻ്റെ സഹീഹിൽ 811 നമ്പറായിട്ടുള്ള വചനത്തിൽ കാണാം, അനബി ദർദാ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അയഅജിസു അഹദുക്കും അൻ യഖറ ഫീ ലൈലത്തിൻ സുലുസൽ ഖുർആൻ, ഖുർആനിൻ്റെ 1/3 ഒരു രാത്രിയിൽ ഓതാൻ നിങ്ങൾക്ക് കഴിവില്ലയോ? കാലു, സ്വഹാബത്ത് ചോദിച്ചു, വ കൈഫ യഖറഉ സുലുസുൽ ഖുർആൻ, എങ്ങനെയാണ് ഖുർആനിൻ്റെ 1/3 ഒറ്റ രാത്രി കൊണ്ട് ഓതുക? ഖാല ഖുൽ ഹുവല്ലാഹു അഹദ് തഅദിലു സുലുസൽ ഖുർആൻ. സൂറത്തുൽ ഇഖ്ലാസ് എന്ന് പറയുന്ന ഖുൽ ഹുവല്ലാഹു അതുകൊണ്ട് ആരംഭിക്കുന്ന അധ്യായം അത് വിശുദ്ധ ഖുർആൻ്റെ 1/3. അപ്പോൾ വളരെ മഹത്വമുള്ള ഒരു അധ്യായമാണിത്. ഇത് സൂറത്തുൽ ഇഖ്ലാസാണ് ഇതിൻ്റെ പേരെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഖുൽ ഹുവല്ലാഹു അഹദ് പറയുക, അള്ളാഹു അവൻ ഏകനാകുന്നു എന്ന് പറയുമ്പോൾ അള്ളാഹു അവന് യാതൊരു പങ്കാളിയുമില്ല, അവന് ഇണയില്ല, തുണയില്ല, അവൻ ഏകനാണ്. അതാണ് ഖുൽ ഹുവല്ലാഹു അഹദ്. ലാ ശബീഹ ലഹു വലാ നളീറ വലാ സ്വാഹിബത വലാ വലദ വലാ ശരീക, അതായത് അള്ളാഹുവിന് സാദൃശ്യനായിക്കൊണ്ട്, തുല്യനായിക്കൊണ്ട്, അതുപോലെ ഇണയായിക്കൊണ്ട്, സന്തതിയായിക്കൊണ്ട്, ആരുടെയെങ്കിലും പുത്രനോ ഒന്നും ആയിട്ടല്ല, തുണയായിട്ടല്ല, പങ്കാളിയായിട്ടല്ല, അങ്ങനെയുള്ള ഒരു ബന്ധവും അള്ളാഹുവിനുള്ള. അവൻ ഏകനാണ്, അവന് അഹദാൻ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സ്വമദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലദീ യുസ്മദു ഇലൈഹി ഫിൻ നവാസിലി വൽ ഹവായിജ്, അതായത് ദുരന്തങ്ങളുടെയും അതുപോലെ തന്നെ ആപത്തുകളുടെയും ഘട്ടങ്ങളിൽ സഹായം തേടപ്പെടുന്നവൻ എന്നുള്ളതാണ്. അപ്പോൾ സങ്കീർണമായ ഘട്ടങ്ങളിൽ സഹായം കിട്ടാനായിട്ട് തേടുന്നവൻ, അതാണ് അസ്വമദ് എന്ന് പറഞ്ഞാൽ. അതായത് എല്ലാവർക്കും ആശ്രയമായിട്ടുള്ളവൻ. അവനാകട്ടെ ആരുടെയും ആശ്രയം ആവശ്യവുമില്ല. ലം യലിദ് വലം യൂലദ്, അവൻ ആർക്കും ജന്മം നൽകിയിട്ടില്ല, ആരുടെയെങ്കിലും സന്താനമായിട്ട് ജനിച്ചിട്ടുമില്ല എന്നാണ്. വലൻ യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു അവന് യാതൊന്നും തന്നെ തുല്യമായിട്ടില്ല എന്നാണ്. ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ, സൂറത്തു ഷൂറായിൽ അല്ലാഹു തആല പറഞ്ഞു, അവനെപ്പോലെ യാതൊന്നുമില്ല എന്നാണ്. അള്ളാഹുവിന് തുലനപ്പെടുത്താൻ, അള്ളാഹുവിന് ഉദാഹരണങ്ങൾ പറയുവാൻ ഒന്നും തന്നെ പാടുള്ളതല്ല ഈ സൂറത്ത് എന്ന് പറയുന്നത്. ഇത് അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസം അത് കൃത്യമായിട്ട് വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന അധ്യായമാണ് എന്ന് മാത്രമല്ല, അള്ളാഹുവിൻ്റെ ആ ഒരു പവിത്രത, പരിശുദ്ധമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സമ്പൂർണമായിട്ടുള്ള ആ സിഫാത്തുകൾ അതിലേക്ക് വെളിച്ചം വീശുന്ന, അത് വ്യക്തമാക്കുന്ന, അതായത് ഇസ്ബാത്തു സിഫാത്തിൽ കമാൽ, സമ്പൂർണമായ വിശേഷണങ്ങളെ സ്ഥിരപ്പെടുത്തുന്ന അധ്യായം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു അധ്യായം, അള്ളാഹുവിൻ്റെ ഏകദൈവ വിശ്വാസം, അതാണല്ലോ ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായത്. അത് അടിയുറച്ച മനസ്സോടുകൂടെ, തികഞ്ഞ വിശ്വാസത്തോടുകൂടെ, ഈമാനോടുകൂടെ ആരെങ്കിലും പാരായണം ചെയ്താൽ, ശ്രദ്ധാപൂർവം പാരായണം ചെയ്താൽ, അവനാണ് വജബത്ത് ലഹുൽ ജന്ന, സ്വർഗം നിർബന്ധമാകുന്നത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു സംഗതിയാണ്. തൗഹീദിൻ്റെ ശ്രേഷ്ഠതയാണ് ഇത് പഠിപ്പിക്കുന്നത്. ഈ അദ്ധ്യായത്തിൻ്റെ ശ്രേഷ്ഠതയാണ് ഇത് വ്യക്തമാക്കി തരുന്നത്. അള്ളാഹു, അവനെക്കുറിച്ചാണ് നമ്മൾ കൂടുതലായിട്ട് മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ ആ പരിശുദ്ധമായിട്ടുള്ള അള്ളാഹു സുബ്ഹാനഹു എന്നാണ്. അള്ളാഹു മഹാപരിശുദ്ധനാണ്. അവൻ്റെ ഏകത്വം അതാണിതിൽ വ്യക്തമാക്കുന്നത്. എല്ലാവരും അവനെ ആശ്രയിച്ചു കൊണ്ടാണ് കഴിയുന്നത്. അവനാകട്ടെ ഇണയില്ല, തുണയില്ല, കൂട്ടുകാരില്ല,
പങ്കാളികളില്ല എന്ന് മനസ്സിലാക്കുക. ആ സൂറത്ത് കൃത്യമായി അറിഞ്ഞ് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പകർത്തി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. സ്വല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.